ഹായ് മക്കളെ, നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് കംപ്ലീഷനിലേക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിനെയൊക്കെ എത്തിച്ചു കഴിഞ്ഞു. ഓൺലൈനായാലും ഓഫ്ലൈനായാലും. അതുപോലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാം ഒക്കെ എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി എങ്ങനെ പഠിക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു തവണയും കൂടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് സൈലം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതിനുള്ളൊരു പ്ലാനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറയാൻ പോകുന്ന കാര്യം ആരാണ് പറയുന്നതെന്ന് ഞാൻ പറയാം. ഓൾറെഡി തന്നെ ബിലാലിൻ്റെ ഒക്കെ റൈറ്ററായിട്ടുള്ള അല്ലേ ഉണ്ണിയേട്ടൻ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഉണ്ണിയേട്ടൻ്റെ മകൾ കഴിഞ്ഞ വർഷം ഉണ്ണിയേട്ടൻ്റെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൈലം മീൻസ് ഒരു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ആൾ വന്ന് സംസാരിച്ച്. ഒരു വർഷം ഉണ്ണിയേട്ടൻ്റെ മോൾ സരസ്വതി ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലാണ് ആൾ പഠിച്ചത്. ആൾ ആക്ച്വലി MBBS ഒന്നും സ്വപ്നം കാണാത്ത ഒരാളായിരുന്നു. അമ്മുമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾ എന്ത് ചെയ്തത് MBBSലേക്ക് എത്തിയത്. MBBS ആകണമെന്ന ആഗ്രഹത്തിൽ സൈലത്തിന് ഓൺലൈനിലായിരുന്നു, ധീര ബാച്ചിലായിരുന്നു. അപ്പോൾ ധീര ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ കണ്ട് ആൾ അവസാനമായപ്പോഴത്തേക്കും ആൾക്ക് അത്രയും ട്രാക്ക് ആകുന്നില്ലായിരുന്നു സ്കോറൊക്കെ. അപ്പോൾ ഒരു 3 മാസം എന്ത് ചെയ്തു, സൈലത്തിന് LMRP കോഴ്സിലേക്ക് വന്നു. ആളുടെ എക്സ്പീരിയൻസ് ആണ് ആൾ എന്ത് ചെയ്യുന്നത് പറയാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് ഒരു തിരക്കഥാകൃത്തോ എഴുത്തുകാരനോ ഒന്നും ആയിട്ടല്ല. ഞാൻ ഇവിടെ എൻ്റെ മകൾ ഈ സൈലത്തിലെ സ്റ്റുഡൻ്റായിരുന്നു. ഇവിടെ നിന്ന് പാസ്സായി ഇപ്പോൾ MBBS സ്റ്റുഡൻ്റായിട്ട് പാലക്കാട് ഗവൺമെൻറ് കോളേജിൽ. നിങ്ങളുടെ ഈ സൈലത്തിൻ്റെ വളരെ ഇൻഫോർമലായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഈ പഠന രീതി തന്നെയാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ പ്രധാനമായും ഞാൻ സൈലത്തിൻ്റെ ഗുണമായി കാണുന്നത്. ഓൺലൈനിൽ ധീര ബാച്ചിലായിരുന്നു. പിന്നീട് ഒരു 3 മാസത്തെ ഒരു LMRP. അപ്പോൾ ആ സമയത്ത് അനന്തവും ലിജീഷും പറഞ്ഞു അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ വന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. ആ 3 മാസത്തെ പഠനം സരസ്വതിക്ക് വളരെയധികം ഗുണം ചെയ്തു എന്ന് തീർച്ചയായിട്ടും അവളുടെ റിസൾട്ടിൽ നിന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തെ 3 മാസം ഓഫ്ലൈനിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് LMRP. ഇതൊരു പ്ലാനാണ്. അതായത് LMRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് വേണ്ട 81 ചാപ്റ്ററും നമ്മൾ ഓഫ്ലൈനായിട്ട് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. കിടിലൻ പ്ലാനാണ്. DPP ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ആ 3 മാസത്തേക്ക് നിങ്ങൾക്ക് LMRP DPP നമ്മൾ തരും. ആ LMRP DPP വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഡേ ഓഫ്ലൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം 4 ചാപ്റ്റർ ഓഫ്ലൈനിൽ റിവൈസ് ചെയ്യുന്നു. 2 മണിക്കൂർ ഫിസിക്സ്, 2 മണിക്കൂർ കെമിസ്ട്രി, 1 മണിക്കൂർ ബോട്ടണി, 1 മണിക്കൂർ സുവോളജി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. ദെൻ ഡേ 2ലേക്ക് വരുന്നു. ഡേ 2ഉം ഡേ 3യും ഓൺലൈനായിട്ട് നിങ്ങൾ ഇത് രണ്ടും പഠിക്കണം. 2 ദിവസം നിങ്ങൾ ഭംഗിയിൽ നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ ഈ 3 ദിവസവും നിങ്ങൾ 4 ചാപ്റ്റർ പഠിച്ചു തീർത്താൽ, നിങ്ങൾ ആദ്യം പഠിപ്പിച്ചു, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും, ഒന്നും കൂടെ നമ്മൾ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്നു. ദെൻ അടുത്ത ദിവസം ഓൺലൈനിൽ 2 ദിവസം എന്ത് ചെയ്യുന്നു, നിങ്ങൾ റിവൈസും ചെയ്തിട്ട് 4ാമത്തെ ദിവസം നിങ്ങൾ രാവിലെ വരുമ്പോൾ ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടാകും, മൊഡ്യൂൾ 1ൻ്റെ എക്സാം. ആ 4ാമത്തെ ദിവസത്തെ രാവിലത്തെ മൊഡ്യൂൾ 1ൻ്റെ എക്സാം നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്തു, മൊത്തം പഠിച്ചു, ഒരു റൗണ്ടും കൂടെ എക്സാമും എഴുതി. പക്കാ ഒരു മിനി നീറ്റ് പാറ്റേൺ ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടാകും. പിന്നെ മൊഡ്യൂൾ 2 നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ഓഫ്ലൈൻ ഒരു പ്ലാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, LMRPക്ക് നിങ്ങൾക്കായിട്ട് തരാൻ വേണ്ടി പോകുന്നത്. ഇനി ഓൺലൈൻ ആണെങ്കിലോ, ഓൺലൈൻ നമ്മൾ XPL 3.0, അതായത് നിങ്ങളുടെ XPLൻ്റെ പുതിയ ബാച്ചായിട്ട് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്, സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് XPL എന്ന് പറയുന്നത്. അത് ഓൺലൈനായിട്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. XPL ജാനുവരി 15 മുതൽ. അപ്പോൾ ജാനുവരി 15 മുതൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഓൺലൈനായിട്ട് XPL ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് LMRPയിൽ ജോയിൻ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരമുണ്ട്. ഈ രണ്ടിനും DPP നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് ഓൺലൈൻകാർക്കും DPP പർച്ചേസ് ചെയ്യാം, ഓഫ്ലൈൻകാർക്കും DPP പർച്ചേസ് ചെയ്യാം. അപ്പോൾ DPP നമ്മൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ആക്സസബിൾ ആയിട്ട് തരാൻ വേണ്ടി പോവാണ്. അത് സ്റ്റോറിൽ ഉടനെ അവൈലബിൾ ആകും. നിങ്ങൾക്ക് ഉടനെ തൊട്ട് ഓർഡർ ചെയ്യാം. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അത് അവൈലബിൾ ആവുന്ന സമയത്ത് നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. ചാനലിൽ കൃത്യമായി നോക്കി മുമ്പോട്ട് പോകുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാർച്ച് ആകുമ്പോഴത്തേക്കും, മാർച്ച് അവസാന ആഴ്ചയിലേക്കാകുമ്പോൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും എൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്യും. ഇനി ഓഫ്ലൈനിലാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, പ്രീ നീറ്റ് എക്സാം പ്രോപ്പറായിട്ട് തരും. ഓൺലൈനിലുള്ളവർക്ക് ഒരു എൻഡ് ഗെയിമും കൂടെ ഉണ്ടാകും. അതായത് ഇപ്പം നിങ്ങൾ പ്ലസ് 2കാരൊക്കെ ആരെങ്കിലും XPL ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം എന്ത് ചെയ്യും, നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് സിലബസ് കംപ്ലീറ്റ് ഒരു റൗണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ എൻഡ് ഗെയിമും കൂടെ ഉണ്ടാകും. അപ്പോൾ അത്രയും ഒരു പ്ലാനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ ഇതാണ്. ജാനുവരി 15 തൊട്ട് ഓഫ്ലൈനായിട്ട് LMRPയും ഓൺലൈനായിട്ട് നമ്മൾ XPLും ആരംഭിക്കുകയാണ്. ഇതിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ഒരു ടെൻഷനും വേണ്ട. നമ്മൾ സിലബസ് ഒന്നും കൂടെ തീർത്ത് അടിപൊളിയായിട്ട് മാക്സിമം എക്സാംസും എഴുതിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മുമ്പോട്ട് പോവുക. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു ടെൻഷനും വേണ്ട. തകർത്ത് നമുക്ക് മുമ്പോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.